വീട് എൻ്റെ വീടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരുടെയും വീട്. അമ്മാവൻ്റെ മോളാണ്. വെളിയം പഞ്ചായത്തിൽ കുടവട്ടൂർ എന്ന് പറയുന്നൊരു ഗ്രാമം, മുമ്പ് കുഗ്രാമം എന്ന് പറയായിരുന്നു, ഇപ്പോൾ ഗ്രാമം. അപ്പോൾ അന്ന് കുട്ടിക്കാലത്ത് ഞാൻ അമ്മൂമ്മയുടെ കൂടെയാണ് വളർന്നത്. അമ്മൂമ്മയുടെ നിർബന്ധം എന്ന് പറയുന്നത് രാവിലെ 5 മണിക്ക് എണീറ്റ് ഹരിനാമ കീർത്തനം ചൊല്ലണം. 4ലും 5ലും ഒക്കെ പഠിക്കുന്ന സമയമാണ്. എഴുത്തച്ഛൻ്റെ ഹരിനാമ കീർത്തനം പിന്നീട് ഒക്കെ വായിച്ചിട്ടുള്ളപ്പോൾ മനസ്സിലായത് ഒന്നും അന്ന് മനസ്സിലായിട്ടില്ല. പക്ഷേ അത് ചെയ്തില്ലെങ്കിൽ പ്രശ്നമാണ്. അതുപോലെ സന്ധ്യയ്ക്ക് സന്ധ്യാനാമം ചൊല്ലണം, അതിനുശേഷം പഠിക്കണം. അക്കാര്യത്തിലൊക്കെ കർക്കശക്കാരിയായിരുന്നു അമ്മൂമ്മ. അമ്മൂമ്മയ്ക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല, എഴുതാനും വായിക്കാനും അറിയാമായിരുന്നില്ല. പക്ഷേ ഞങ്ങളുടെ നാട്ടിലെ ഉത്സവങ്ങൾക്ക് മിക്കവാറും കഥകളി ഉണ്ടാകും. അത് നിഴൽക്കുത്തായിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ നളചരിതം, പല കഥകൾ. അപ്പോൾ അവിടെ കൊണ്ടുപോകും. അങ്ങനെ ഉത്സവങ്ങൾക്ക് കൊണ്ടുപോവുക, എന്നൊരു കഥ പറഞ്ഞു തരിക, ഒരു ഏകദേശം ഐഡിയയെ അറിയാവും എനിക്ക്. പിന്നെ എപ്പോഴും എൻ്റെ നാടക പ്രവർത്തനങ്ങൾ, കുട്ടിക്കാലത്ത് ഞാൻ നാടകത്തിൽ അഭിനയിക്കുന്നുണ്ട്. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ സ്കൂളിലെ അധ്യാപകനായ രാമേന്ദ്രൻ സാറാണ് എന്നെ ആദ്യമായിട്ട് ഓണമുണ്ടും ഓടക്കുഴലും എന്ന നാടകത്തിൽ ബാലാപ്പാട്ടുകാരനായിട്ട് വിളിക്കുന്നത്. അപ്പോൾ പ്രേക്ഷകരുടെ മുൻനിരയിൽ അമ്മൂമ്മ കാണും. പിന്നെ അക്കാലത്ത് ഞാൻ ഞങ്ങളുടെ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു സ്ത്രീവേഷക്കാരനായിരുന്നു. ഈ വെട്ടും പാടുമൊന്നും അന്നും ഉണ്ടെങ്കിലും അതങ്ങനെ ഒരു പ്രൊജക്ഷൻ ഇല്ലാത്തതുകൊണ്ട് സ്റ്റേജല്ലേ. അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് ഇതിൻ്റെ ഒരു താല്പര്യം, ഒരുപക്ഷെ അതിനുണ്ടായിരുന്നിരിക്കും, ഒരു ജനറ്റിക് പ്രസൻസ് ഉണ്ടായിരിക്കും. പക്ഷേ അതിനെ വികസിപ്പിക്കാൻ സഹായിച്ചത്, അതിലേക്ക് ശ്രദ്ധിക്കാൻ സഹായിച്ചത് അമ്മൂമ്മയാണ്. ഞാൻ സിനിമയെ അഭിനയിച്ച് തുടങ്ങുന്ന സമയത്ത് അമ്മൂമ്മയുണ്ട്, പക്ഷേ എൻ്റെ സിനിമയൊന്നും കണ്ടിട്ടില്ല. ഞാൻ നാട്യഗ്രഹത്തിൽ ഞങ്ങൾ അവതരിപ്പിച്ച ശനിദശ എന്ന നാടകം, അത് ചാത്തന്നൂരിൽ സ്റ്റേജ് ചെയ്തപ്പോൾ അമ്മൂമ്മ വന്ന നാടകം കണ്ടു. മിനിമം കണ്ടു, ഞങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ വന്നു. അപ്പോൾ അമ്മൂമ്മയെക്കുറിച്ചുള്ള ഒരു ഓർമ്മ എപ്പോഴും എന്നിൽ ഉണ്ടാവും. എൻ്റെ ആദ്യത്തെ സിനിമ റിലീസായതിൻ്റെ 101ാം ദിവസം ആഘോഷം എറണാകുളത്ത് വെച്ചായിരുന്നു. പഞ്ചാഗ്നി, ഹരിഹരൻ സാറും MD സാറുമാണ് അതിൻ്റെ പിന്നിലുണ്ടായിരുന്നത്, 7 ആർട്സ് പ്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഫംഗ്ഷൻ എന്നെ വിളിച്ചു. ഞാനവിടെ പോയി തിരിച്ച് രാവിലെ തിരുവനന്തപുരത്ത് വന്നു. ബാലേന്ദ്രൻ ചുള്ളിക്കാട് ഞങ്ങളാണ് വന്നത്. വന്ന് ഞാൻ ഓഫീസിൽ പോയിട്ട് അട്ടാക്കുളങ്ങര സ്കൂളിലാണ് റിഹേഴ്സൽ. അവിടെ പോയി രാത്രി ഒരു 10 മണിക്ക് താമസിക്കുന്നിടത്തെത്തിയപ്പോൾ ഒരു കത്തെഴുതി വെച്ചിരിക്കുന്നു മേശപ്പുറത്ത്, അമ്മൂമ്മ മരിച്ചുപോയി. അപ്പോൾ രാത്രി 10 മണിയായി. പെട്ടെന്നൊരു കാറ് വിളിച്ച് കവി വിനയേന്ദ്രനും ഞാനും വേറൊരു സുഹൃത്തും കൂടെ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ഈ ശവദാഹം കഴിഞ്ഞു. അമ്മൂമ്മയെ കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ എങ്കിലും ഇപ്പോഴും നമുക്കൊരു അവാർഡ് കിട്ടുമ്പോൾ, അല്ലെങ്കിൽ ഒരു പുതിയ പടത്തിലൊക്കെ അഭിനയിക്കുമ്പോൾ എപ്പോഴും ഒരു പ്രസൻസ് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് മുന്നോട്ട്. അതാണ് ആ ബന്ധം. അമ്മയുടെ സാന്നിധ്യം അങ്ങനെ തന്നെയായിരുന്നു നമുക്ക് കേട്ടിട്ടുണ്ട്. അമ്മ വളരെ സാധുവാണ്. അമ്മയ്ക്ക് അന്ന് ഞങ്ങൾ 5 മക്കളാണ്. കുറേ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് 2 പെണ്ണും 3 ആണും. 2 പെണ്ണും 3 ആണും. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഒരു ശ്രദ്ധിക്കാനുള്ള സമയമില്ല. 1, 2 ഞാൻ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ അല്ല വളർന്നത്, അമ്മാവൻ്റെയും അമ്മൂമ്മയുടെയും കൂടെയാണ്. പിന്നെ വളരെ കഴിഞ്ഞിട്ടാണ്. അത് തന്നെ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് അങ്ങനെ സ്ഥിരമായിട്ട് താമസിച്ചിട്ടില്ല. പ്രീ ഡിഗ്രിക്ക് ട്രിവാൻഡ്രത്ത്, പിന്നെ BAക്ക് ശാസ്താംകോട്ട കോളേജിൽ, വീണ്ടും LLBക്ക് ഇവിടെ വന്നു, ജോലി. അങ്ങനെ എപ്പോഴും ഞാനിങ്ങനെ ഒരു വീട്ടിലങ്ങനെ കൂടുതൽ കാലം ജീവിച്ചിട്ടില്ല.